ആ ഫയർ ബ്രിഗേഡിനെ ശരിയായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ട്. ആ ഫയർ ബ്രിഗേഡ് ഇപ്പോഴും ഈ സ്പ്രിംഗ്ലർ സിസ്റ്റംസും മെഷീനറിയും ഒക്കെ ആയിട്ട് വന്ന് ഫയർ അണക്കുന്നതിൽ മാത്രമാണ് അവരുടെ ഫോക്കസ്. ഈ റോമിംഗ് സ്മോക്കിനെ അറസ്റ്റ് ചെയ്യുന്നതിന് അവരുടെ സൈഡിൽ നിന്ന് യാതൊരു ആക്ഷനും ഉണ്ടായിട്ടില്ല. 2 മണിക്കൂർ 2 മണിക്കൂർ സമയം നമ്മൾ വാങ്ങുകയാണ്. ഫയർ ബ്രിഗേഡ് വരിക, അവരെ പ്രൊട്ടക്ട് ചെയ്യുക. അത് ഹോസ്പിറ്റലിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്, ഹോസ്പിറ്റലിലും ജയിലുകളും. അപ്പൊ അതിന് ഫയർ ബ്രിഗേഡ് ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അവര് ആ രീതിയിൽ മുന്നേക്ക് വരണം. അല്ലെങ്കിൽ അവർ ഞങ്ങളൊക്കെ ഒത്തിരിയും ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവർക്ക് അതിനെ യാതൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. നേരത്തെ ഇരുന്ന ഫയർ ബ്രിഗേഡിന്റെ ഹെഡിനെയൊക്കെ ഞങ്ങൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അവരൊന്നും അതിലേക്ക് വരുന്നില്ല. ഞങ്ങൾ ഫ്രീ ട്രെയിനിങ് കൊടുക്കാമെന്ന് പറഞ്ഞു. കർണാടകത്തിലൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഒത്തിരി മുന്നിലാണ് ആ മേഖലകളിൽ. ബിൽഡിംഗിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ഫോക്കസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ വലിയ ദുരന്തത്തെയാണ് കാത്തിരിക്കുന്നത്. അതുണ്ടാവരുത് എന്ന് പ്രാർത്ഥിക്കുക. ബിജു, ഇവിടെ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഈ നാഷണൽ ബിൽഡിംഗ് റൂൾസ് ഒരു വശത്തുണ്ട്, താഴെ തട്ടിൽ അത് നടപ്പാകുന്നില്ല എന്ന് പറയുന്നു. ഇനിയിപ്പോൾ ഈ ബിൽഡിംഗ് റൂൾസ് പ്രകാരമൊക്കെ ഇതുണ്ടായി തന്നെ ഇരിക്കട്ടെ, ഈ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ഒരു മോക്ക് ഡ്രില്ലൊക്കെ നടത്തുന്ന സംവിധാനം ഉണ്ടാവുമല്ലോ. അങ്ങനെ എവിടെയെങ്കിലും നടക്കുന്നതായിട്ട് അറിയാമോ? സർക്കാർ സ്ഥാപനങ്ങൾ പോട്ടെ, എവിടെയെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടാവുമോ? ഈ ഒരു ശരിക്കും ഒരു ഫയർ പൊട്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫ്ലെയിമബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് ഒരു ഫയർ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മോക്ക് ഡ്രില്ല് കൊണ്ടോ അല്ലെങ്കിൽ ഈ ജീവനക്കാർക്കും ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് നോക്കി നിൽക്കാനുള്ളതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. കുറച്ച് വെള്ളം കോരി ഒഴിക്കാം, അതിൽ കൂടുതലൊന്നും അവർക്ക് ചെയ്യാനില്ല. അതല്ല, ആശുപത്രികളെ സംബന്ധിച്ചാൽ വളരെ പ്രധാനമാണ് ബിജു. ആശുപത്രികളിൽ സംബന്ധിച്ചത് വളരെ പ്രധാനമാണ്. കാരണം അവിടെ കിടപ്പ് രോഗികളാണ്, രോഗികൾ കിടക്കുകയാണ്. അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള ആദ്യത്തെ ചുമതല ആ ജീവനക്കാർക്ക് തന്നെയാണല്ലോ. അവർക്ക് പരിശീലനം വേണ്ടേ? ഞാൻ പറഞ്ഞില്ല, ഈ NBC പ്രകാരം നിർമ്മിച്ച ഒരു ബിൽഡിംഗിൽ നിങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. 2 മണിക്കൂർ അവരുടെ കമ്പാർട്ട്മെന്റ് ഈസ് കംപ്ലീറ്റ്ലി സേഫ്. അതാണ് അതിന്റെ ഗുണം. അതാണ് മറ്റുള്ള അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ചെയ്യുന്ന. അതാണ് അവിടെ ഒരു ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിലുള്ളവരെ 2 മണിക്കൂറത്തേക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു തുള്ളി സ്മോക്ക് പോലും ആ കമ്പാർട്ട്മെന്റിലേക്ക് കയറില്ല. അതാണ് ചെയ്യേണ്ടത്. അതല്ല, ഇപ്പോൾ ഒരു ICU റൂമിൽ ഒരു തീപിടുത്തം ഉണ്ടായി, അവിടെ കിടപ്പ് രോഗികളുണ്ട്, അവരെ മാറ്റണമല്ലോ. അതിനുള്ള പരിശീലനമെങ്കിലും വേണ്ടേ? അതും വേണ്ട. ദാറ്റ്സ് എ സെപ്പറേറ്റ് കമ്പാർട്ട്മെന്റ്. ആ കമ്പാർട്ട്മെന്റിനുള്ളിലേക്ക് തീയോ പുകയോ ചൂടോ ഒന്നും കിടക്കില്ല. ഇതിനകത്ത് 2 റേറ്റിംഗ് ഉണ്ട്, ഫയർ റേറ്റിംഗും T റേറ്റിംഗ് എന്ന് പറയുന്നത്. ഫയർ റേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂർ അതിനകത്തേക്ക് തീയോ പുകയോ കിടക്കില്ല. T റേറ്റിംഗ് ഉണ്ട്, അതിനകത്ത് ടെമ്പറേച്ചർ റൈസ് ആവില്ല. വെളിയിൽ ഒരു വലിയ തീ ഉണ്ടെങ്കിൽ തന്നെ അതിനകത്ത് ടെമ്പറേച്ചർ 1 ഡിഗ്രി പോലും റൈസ് ആവില്ല. ഈ 2 റേറ്റിംഗ് ആണ് നമ്മുടെ NBC പറയുന്നത്. ഫയർ റേറ്റിംഗും T റേറ്റിംഗും, സെപ്പറേറ്റിംഗും T റേറ്റിംഗ്. ഇത് രണ്ടും ഞങ്ങൾ എത്രയോ ബിൽഡിംഗ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ബിജു, ഇത് നോക്കൂ, ഇവിടെ ഉണ്ടായ സംഭവം നോക്കൂ. UPSന്റെ റൂമിലാണ് തീ ഉണ്ടായത്, കറണ്ട് പോയി. ഇങ്ങനെ മുഴുവൻ ഇരുട്ടിലാവുന്ന ഒരു സന്ദർഭത്തിൽ ഈ തീ പടരുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നു, പുക വരുന്നു എന്ന് മനസ്സിലാവുമ്പോൾ ആളുകൾ ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള ഒരു മിനിമം പരിശീലനം ആവശ്യമില്ലെന്ന് ഞാൻ ചോദിക്കുന്നത്. അത് തീർച്ചയായിട്ടും വേണം. ഡോക്ടറിലും കാര്യം അവരെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ സ്റ്റിൽ അവരും ഈ സ്മോക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അവർ പോകുന്ന വഴിയിൽ മൊത്തം സ്മോക്ക് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല.